പറഞ്ഞ കഥകളൊക്കെ അറിയാലോ. നമ്മൾ ബ്രഹ്മാവിനെ കുറിച്ചാണ്. ബ്രഹ്മാവിന്റെ കഥകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ മഹാജൻസിന്റെ കഥകള് കുറെ വലിയ കഥകളാ, പെട്ടെന്ന് കഴിയില്ല, കുറെ ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കണം, ബ്രഹ്മാവ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഭഗവാന്റെ ഒരു ശ്രേഷ്ഠ ഭക്തനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം, ഒന്നാമത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് വലിയ ശ്രേഷ്ഠ ഭക്തന്മാർക്ക് ഭഗവാൻ പ്രത്യേകം സ്ഥാനങ്ങൾ കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ അത്രയും ശ്രേഷ്ഠനായ ഒരു ഭക്തനായതുകൊണ്ട് ബ്രഹ്മാവിന് കിട്ടിയിട്ടുള്ള സ്ഥാനമാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞൊരു അതൊരു സ്ഥാനമാണ്. നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയില്ലേ, പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനപ്പേര് മാത്രമാണ്. ആ സ്ഥാനത്ത് ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും. ചില യുഗങ്ങളിലൊക്കെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രഹ്മാവാൻ അത്രയും ക്വാളിഫൈ ആയിട്ടുള്ള ഭക്തന്മാരില്ലാതിരിക്കും ചിലപ്പോ. ആ സമയത്ത് ഭഗവാൻ സ്വയം ബ്രഹ്മാവായിരിക്കുന്ന പറയണത്, മനസ്സിലായ? അത്ര ക്വാളിഫിക്കേഷനും ഭക്തനുമായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആരാവാനായിട്ട് കഴിയുള്ളൂ, ബ്രഹ്മാവ്. അതുപോലെ തന്നെ സൂര്യദേവൻ, ഇന്ദ്രദേവൻ, എല്ലാം ഭഗവാൻ കൊടുക്കുന്ന ഓരോ പൊസിഷനാണ്. അപ്പൊ ആ പൊസിഷനിൽ, ഇപ്പൊ സൂര്യദേവന്റെ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ഭക്തൻ അക്കാലഘട്ടത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഭഗവാൻ സ്വയം സൂര്യദേവനായിട്ട് അങ്ങോട്ട് ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ശ്രേഷ്ഠ ഭക്തന്മാർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നതാണ്. ഈ സൂര്യദേവനും ചന്ദ്രനും എല്ലാം, ഇന്ദ്രനും ചന്ദ്രനും 33 ദേവഗണങ്ങളുണ്ട്. അവർക്കൊക്കെ ഓരോ പർട്ടിക്കുലർ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഭഗവാൻ തന്നെ അവരെ ശക്തി കൊടുക്കുകയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തിയൊന്നും അവർക്കില്ല. ഭാഗവതത്തിൽ പറയുന്നു, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ട് അത് ചെയ്യാൻ കഴിയാതെ ഞങ്ങൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദേവന്മാര് ദേവോ വാച്ച എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ ഉണ്ട്. ദേവന്മാര് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, ഞങ്ങൾ എങ്ങനെ ഈ ഭാഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ പ്രാർത്ഥന കേട്ട് ശക്തി കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഭഗവാൻ ഈ ദേവന്മാർക്ക്. അങ്ങനെ ആ ശക്തി ആർജിച്ചിട്ടാണ് അവരുടേതായ ഡ്യൂട്ടി അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഭക്തന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കുഞ്ഞു കുട്ടികളെ കളിപ്പിക്കില്ലേ, നമുക്കൊരു ചെറിയ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും അവരെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ലേ? ഇറിറ്റേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടല്ലേ. അരെ കവിളൊന്ന് പിടിച്ചമർത്തും, അരെ മൂക്കൊന്ന് പിടിച്ചിങ്ങനെ ആട്ടും, അല്ലേ? അരെ ചെവി ഒന്ന് വെറുതെ ഒന്ന് പിടിച്ച് ഒന്ന് കുലുക്കും. അപ്പൊ ചിലപ്പോ അവർ കരയും. അപ്പൊ അവർക്ക് ഇത്രയും കൂടി ഇഷ്ടം കൂടിയിട്ട് വീണ്ടും നമ്മൾ അവരെ ഇങ്ങനെ കളിപ്പിക്കൂലേ? അതുപോലെയാണ് ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള കളി. ഭഗവാൻ ഇങ്ങനെ എന്താ പറയാ, കൈ ഇങ്ങനെ അരിക്കും ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ. ഭക്തന്മാരുടെ അടുത്ത് ഇങ്ങനെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ബ്രഹ്മാവിന്റെ അടുത്ത് ഒരുപാട് ലീലകൾ ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാവ് ഭയങ്കര ഭക്തനായതുകൊണ്ടാണ് ഇത്രയും നല്ല നല്ല ലീലകള് ബ്രഹ്മാവിനായിട്ട് ചെയ്തത്. ഒന്നാമത്തെ ലീല നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ആദ്യം എന്ത് ലീല ചെയ്തത്? ബ്രഹ്മാവിന് 4 തല ഉള്ള ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ ബ്രഹ്മാവിന്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു ലീല ചെയ്ത് നമ്മൾ പഠിച്ചില്ലേ? കുറെ തലകളും ആയിരക്കണക്കിന് തലകളും ഉള്ള ബ്രഹ്മാവിനെ കണ്ടിട്ട് ഞെട്ടിപ്പോയ ബ്രഹ്മാവിന്റെ അഹങ്കാരം നശിപ്പിച്ച ഒരു ലീല. പിന്നെ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ലീല ഏതാ? ആർക്കുണ്ട് ആർക്കെങ്കിലും ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ലീല ഏതാ? ബ്രഹ്മാവിന്റെയും ഭഗവാന്റെയും ഓർക്കുണ്ടോ ഈ ലീല? വൃന്ദാവനത്തിലുള്ള ഗോപന്മാരെയും ഗോപികമാരെയും ഒക്കെ ഒളിപ്പിച്ചു വെച്ച ഒരു ലീല, അല്ലേ? ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് കളിക്കണ കാണുമ്പോ സഹിക്കാതെ ഇത് ഭഗവാനല്ല എന്ന് തോന്നിയിട്ട് ബ്രഹ്മവിമോഹന ലീല എന്നാണ് ആ ലീലയ്ക്ക് പറയുന്ന പേര്. എന്താണ്? ബ്രഹ്മവിമോഹന ലീല. ആ ലീല ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രഹ്മാവിനായിട്ട് ഭഗവാൻ ലീലകൾ ചെയ്തിട്ടുണ്ട്. ആ ലീലയിലെ ഭഗവാൻ ഒരു അവതാരം എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഭയങ്കര റെയറായിട്ട് കേട്ടിട്ടുള്ള ഒരു അവതാരമാണ്. അവതാരത്തിന്റെ പേരാണ് ഹയഗ്രീവൻ. കേട്ടിട്ടുണ്ടാ നിങ്ങൾ ഹയഗ്രീവൻ എന്നുള്ള അവതാരം? കേട്ടിട്ടുണ്ടാ? ഇല്ലേ? ആരും മിണ്ടണില്ലല്ലോ. ബ്രഹ്മാവിന്റെ ഹയഗ്രീവ അവതാരം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എന്തിനാണ് ഈ ഹയഗ്രീവ അവതാരം ഉണ്ടായത്? ഭഗവാന്റെ അവതാരം അനന്താണ് കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ അവതാരം, ഈ 10 അവതാരം എന്തുകൊണ്ടാ വന്നെന്നുള്ള ക്വസ്റ്റ്യൻ വരും ഇപ്പൊ നിങ്ങക്ക്. അല്ല, നമ്മളിപ്പോ ഒരു ദശാവതാര ഭഗവാനുള്ളതെന്നാണല്ലോ പഠിച്ചിട്ടുള്ളത്, പിന്നെ എന്താ ഇത് പുതിയൊരു അവതാരമൊക്കെ വന്നിരിക്കണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഭാഗവതത്തില് കൃത്യമായി പറയുന്നു, അനന്തം, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത
അത്ര അനന്തമാണ് ഭഗവാന്റെ അവതാരം. ഈ 10 അവതാരം എവിടുന്ന വന്നത് എന്ന് വെച്ചാല് ജയദേവ ഗോസ്വാമി എന്ന് പറയുന്ന ഭഗവാന്റെ വലിയൊരു ഭക്തൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭക്തന് ഇഷ്ടപ്പെട്ട ഒരു 10 അവതാരത്തെ വെച്ചിട്ട് ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ മഹത്തായ ഒരു കാവ്യം രചിച്ചു. മനസ്സിലായോ? അവിടെ നിന്നാണ് ഈ 10 അവതാരം നമുക്ക്. എന്തുകൊണ്ടാണ് ഈ 10 അവതാരം കേരളത്തില് ഭയങ്കര എല്ലാവർക്കും ഈ 10 അവതാരത്തെ അറിയുള്ളൂ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭഗവാന്റെ എല്ലാ അമ്പലങ്ങളിലും സോപാന സംഗീതം ഏതാണ്? ഗീതാ ഗോവിന്ദാണ്. അപ്പൊ ഈ ഗീതാ ഗോവിന്ദത്തിൽ ആകെ ആരെ പറയുന്നുള്ളൂ? ഈ 10 അവതാരത്തെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പൊ കേരളത്തിൽ ഉടനീളം ഭഗവാൻ ഈ 10 അവതാരം ഉള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പോയതാണ്. അല്ലാതെ ഭാഗവതം അനുസരിച്ച് അനന്തമാണ് ഭഗവാന്റെ അവതാരം. അതിൽ ഒരു അവതാരമാണ് ഇപ്പൊ പറയുന്നത്, ഹയഗ്രീവൻ. അപ്പൊ എങ്ങനെയാണ് ഈ അവതാരം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മാവിന് അല്ലെ ഭാഗവതം പറഞ്ഞു കൊടുത്തത് പറഞ്ഞു. അതുപോലെ തന്നെ വേദങ്ങള്. വേദം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ ആർക്കെങ്കിലും? വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേദ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ ഇതിലെ. വേദ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? എന്താണ് വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ആർക്കെങ്കിലും അറിയോ? ആരും മിണ്ടണില്ലല്ലോ. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവ് എന്നാണ്. എന്താണ് അർത്ഥം? അറിവ്. മറക്കരുത് ഇനി ഒരിക്കലും കേട്ടാ. ഞങ്ങൾക്ക് കുറെ വേദങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ഈ വേദം ചോദിക്കുമ്പോ വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിന്റെ ഉറവിടമാണ് വേദങ്ങൾ. അപ്പൊ ഭഗവാൻ 4 വേദങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 വേദങ്ങളുടെയും ഉറവിടം ഇപ്പൊ എന്താണ്? ഭഗവാന് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഭഗവാൻ എന്താണ് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് 4 വേദങ്ങൾ. അപ്പൊ ഈ 4 വേദങ്ങളും ഇപ്പൊ ഉള്ളത് ബ്രഹ്മാവിന്റെ കയ്യിലാണ്. അപ്പൊ ഈ നമ്മുടെ 2 അസുരന്മാരുണ്ടായിരുന്നു, മധു, കൈതവ. എന്താണ്? 2 അസുരന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഈ അവതാരത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് അവതാരത്തിന്റെ പേര്? അപ്പൊ ഭഗവാൻ എടുത്ത അവതാരത്തിന്റെ പേരെന്താണ്? ആരും മിണ്ടണില്ലല്ലോ. ഒന്ന് എന്ത് പറ്റിയ കണക്കാണോ? ഹയഗ്രീവൻ. യെസ്. അപ്പൊ ഹയഗ്രീവൻ ട്ടോ. ഹയഗ്രീവൻ എന്നാണ് അവതാരത്തിന്റെ പേര്. 2 അസുരന്മാരുടെ പേര് മധു, കൈതവ. മധു, കൈതബ എന്നും പേരുള്ള 2 അസുരന്മാരുണ്ടായിരുന്നു. ഈ അസുരന്മാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ മധുവും കൈതബയും കൈതബയും കേട്ടറിഞ്ഞു എല്ലാ അറിവുകളും ഭഗവാൻ പകർന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രഹ്മാവിനാണ് എന്നുള്ളത് കേട്ടുകേൾവി വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ മധുവും കൈതവയും കൂടിയിട്ട് തീരുമാനിച്ചു, 4 ബുക്കുണ്ട്, 4 വേദങ്ങളുണ്ട് കയ്യില്, അതിങ്ങോട്ട് തട്ടിയെടുത്ത ഞങ്ങൾക്ക് എല്ലാ അറിവുകളും കിട്ടും. അപ്പൊ എല്ലാ അറിവുകളും കിട്ടിയാൽ മരിക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവര് വന്നിട്ട് ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് ബ്രഹ്മാവ് അറിയാതെ ഈ 2, അതായത് ഈ 4 ഗ്രന്ഥങ്ങൾ, അതായത് നമ്മുടെ 4 വേദങ്ങളും അങ്ങോട്ട് കട്ടുകൊണ്ടുപോയി. ഈ 4 വേദങ്ങളും കട്ടുകൊണ്ടുപോയപ്പോ ബ്രഹ്മാവ് അത് അറിയും. ബ്രഹ്മാവ് നേരെ എന്താ ചെയ്യാ? ബ്രഹ്മാവിന്റെ അടുത്ത് തീരുമാനിക്കാൻ കഴിയാത്ത കാര്യങ്ങള് ബ്രഹ്മാവ് പിന്നെ നേരെ പോയിട്ട് ഭഗവാന്റെ അടുത്താണ് അറിയിക്കുക. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു പ്രത്യേക തരം അവതാരം എടുത്തു. അവതാരം കണ്ടില്ലേ? അവതാരം എന്താ കണ്ടില്ലേ? അവതാരം എന്ത് പ്രത്യേകത? വെള്ള കളറിലുള്ള ഒരു കുതിര അല്ലെ? തലഭാഗം എങ്ങനെയാണ്? വെള്ള കളറിലുള്ള ഒരു ഹോഴ്സ്, ഒരു കുതിരയുടെ ഒരു രൂപമാണ് തലഭാഗത്ത്. ബാക്കി ഭാഗം മനുഷ്യന്റെ രൂപം. അങ്ങനെയുള്ള ഒരു രൂപത്തില് ഭഗവാൻ അവതാരം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കൈതവനെയും വധുവിനെയും എല്ലാം വധിച്ച് അവിടെ നിന്ന് വേദങ്ങൾ തിരിച്ചെടുത്ത് ആർക്ക് കൊണ്ടുകൊടുത്തു? ബ്രഹ്മാവിനെ കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ ഹയഗ്രീവനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അറിവുകളും നേടിത്തരും എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു ക്ലോസ് എന്ന് പറയുന്ന പോലെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്, ഹയഗ്രീവനെ നമുക്ക് ജപിക്കാം, ഭഗവാന്റെ അവതാരാണ്. പക്ഷെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഹയഗ്രീവന്റെ നാമങ്ങൾ ജപിക്കണമെങ്കിൽ ഒരുപാട് പ്യൂരിറ്റി വേണം. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഭയങ്കര നന്നായി ശുദ്ധമായിരിക്കണം. എല്ലാം കൊണ്ടും, മനസ്സുകൊണ്ടും
ശരീരം കൊണ്ടും എല്ലാം ഭയങ്കരമായി ശുദ്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഹയഗ്രീവന്റെ നാമങ്ങൾ നമുക്ക് ജപിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ കലിയുഗത്തിൽ അത്രയും വലിയ ശുദ്ധി വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഠിനമായ മന്ത്രങ്ങളൊന്നും നമുക്ക് അതൊരു എന്തായിട്ട് മാറും? ഒഫൻസ്, അപരാധമായി മാറും. കാരണം നമ്മൾ അത്രയും നല്ല ശുദ്ധിയിലല്ല ഇരിക്കുന്നത്, അത്രയും നല്ല സാഹചര്യത്തിലല്ല ഇരിക്കുന്നതെങ്കിൽ ഈ നാമം ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെതായ എഫക്റ്റ് ചിലപ്പോൾ വിപരീതമായിട്ട് വന്നു എന്ന് വരാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏത് സമയത്തും എപ്പോഴും നമുക്ക് യാതൊരു വളരെ പരിശുദ്ധിയുടെ ആവശ്യമില്ലാതെ, എങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്? ഈ കലിയുഗത്തിൽ ഞാൻ അവതാരം എടുത്തിട്ടുള്ളത് തന്നെ എന്താണ്? ഹരിനാമത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾക്ക് അത്ര വലിയ മഹാമന്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളിപ്പോ ജപിക്കുന്ന മന്ത്രം ഏതാണ്? മഹാമന്ത്രം. അപ്പൊ അത്ര വലിയ പ്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു വിപരീത ഫലങ്ങളും ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു മന്ത്രം ആയതുകൊണ്ടാണ് നമ്മളല്ല പറയുന്നത്, ഭഗവാൻ ഇത് കലിയുഗത്തിൽ ജപിക്കാനായി നമ്മളോട് പറയുന്നത്. കലിയുഗത്തിൽ നമുക്ക് രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? നാമജപമാണ് കേട്ടോ. ഹരിനാമജപം മാത്രം. അത് നമ്മൾ ജ്ഞാനപ്പാന വായിച്ചാലും അവസാനം അതാണ് വരിക. പിന്നെ നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ ലാസ്റ്റ് എന്താ എഴുതണത്? ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നാണ് എഴുതണത്. അപ്പൊ ഏത് ബുക്ക് വായിച്ചാലും ലാസ്റ്റ് വരുമ്പോ എന്തായിട്ട് വരും? ലാസ്റ്റ് അവരെന്താ പറയാ? ഹരിനാമം ജപിക്കുക, വേറെ രക്ഷയില്ല എന്നാണ് പറയുക, അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീ ശങ്കരാചാര്യരൊക്കെ ശിവന്റെ അവതാരമായിട്ട്, അംശാവതാരമായിട്ടാണ് കരുതുന്നത്. പക്ഷെ എന്നാലും തന്നെ ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും എന്തായി? ഭജഗോവിന്ദം ഭജഗോവിന്ദം, വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആര് പോയത്? ശ്രീ ശങ്കരാചാര്യ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയത്.